മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും ക്രമപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം എല്ലാ നിലയിലുമുള്ള അച്ചടക്കം പാലിക്കുവാനും മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. മനുഷ്യർ സ്വസ്ഥതയും സമാധാനവും നിർഭയത്വവും കരസ്ഥമാക്കി ഈ ലോകത്ത് ജീവിക്കുക, അത് മനുഷ്യരിൽ ഓരോരുത്തരുടെയും ധർമ്മവും കടമയുമാണ്. വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വ മത്താഉൻ ഇലാ ഹീൻ. നിങ്ങൾക്ക് ഈ ഭൂതലത്തിൽ നിശ്ചയിക്കപ്പെട്ട ഒരു കാലം, ഒരവധി വരെയും ജീവിക്കാൻ അവകാശമുണ്ട്. ആ കാലയളവിലെ ജീവിതത്തിന് നിങ്ങൾക്കാവശ്യമായ വിഭവങ്ങൾ അള്ളാഹു ഏറ്റെടുക്കുകയും അത് വ്യവസ്ഥ ചെയ്യുകയും വളരെ വ്യവസ്ഥാപിതമായി ഈ ഭൂതലത്തിൽ അള്ളാഹു നിക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നു. ഓരോ ജനിച്ച് വീഴുന്ന ശിശുവും അതിന് നിശ്ചയിച്ച കാലാവധി വരെ സന്തോഷപൂർവം ജീവിക്കണം എന്ന് അള്ളാഹു ആവശ്യപ്പെടുകയാണ്. ഒപ്പം മനുഷ്യർ ഒരേ നിലയിലല്ല, ജീവിതത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസം ജനിച്ച് ജീവിക്കുന്ന പ്രതലങ്ങളുടെ ഭിന്നതയനുസരിച്ച്, വ്യത്യാസമനുസരിച്ച് മനുഷ്യരുടെ കഴിവുകളും സ്വഭാവങ്ങളും രീതികളും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല എന്ന് തുടങ്ങുന്ന ആയത്തിൽ വ ഇന്ന സഅയക്കും ലശത്ത, നിങ്ങളിൽ ഓരോരുത്തരുടെയും ജോലി വ്യത്യസ്തമാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിവിധങ്ങളാണ്, നിങ്ങളുടെ ജീവിത രീതികളും അതിനനുസരിച്ച് വ്യത്യസ്തമാണ്. വളരെ ചുരുങ്ങിയ കാലയളവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ബുദ്ധിപരമായി ഉയർന്ന ആകാം, ആരോഗ്യപരമായി ശേഷിയുള്ളവരാകാം. അതുപോലെ ബുദ്ധിക്ക് കുറവുള്ളവരും ആരോഗ്യം ക്ഷയിച്ചവരും പ്രായാധിക്യത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. എല്ലാവരുടെയും ജീവിത നിലവാരം ഒന്നല്ല. അതുപോലെ തന്നെ വ്യത്യാസപ്പെട്ടതാണ് മനുഷ്യരുടെ വിശ്വാസങ്ങളും. ഒരു വിശ്വാസമല്ല, ഒട്ടനവധി എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹം സ്വീകരിച്ച് ഉൾക്കൊണ്ട് പോന്നിട്ടുള്ള കഴിഞ്ഞ എല്ലാ നൂറ്റാണ്ടുകളിലും ഭൂഖണ്ഡങ്ങളിലും വൈവിധ്യം നിറഞ്ഞ വിശ്വാസത്തെ അവർ ഉൾക്കൊള്ളുകയും താലോലിക്കുകയും ചെയ്തു പോന്നിരുന്നു. അതിൽ നിന്ന് ഇസ്ലാം ഒരു കാഴ്ചപ്പാട് സമർപ്പിച്ചത് ഏകദൈവ വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യം, അത് അനുഭവപ്പെടുത്തുന്ന ഒരു നിർഭയത്വം, ആ വിശ്വാസം നൽകുന്ന ഒരു ശക്തിയും പ്രതീക്ഷയും, ആ വിശ്വാസം ഒരു മനുഷ്യനെ എല്ലാവിധ സമ്മർദ്ദങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുന്നു എന്ന ഒരു പ്രത്യേകതയും പ്രവാചകന്മാരാൽ അള്ളാഹു അധ്യാപനം ചെയ്തു. അത് ഒരു വലിയ നീണ്ട ചരിത്ര പശ്ചാത്തലമാണ്. അപ്പോൾ വൈവിധ്യം നിറഞ്ഞ വിശ്വാസങ്ങളുടെ നടുവിലാണ് ഒരേ ഒരു സൃഷ്ടാവിലുള്ള, ഒരേ ഒരു രക്ഷകനിലുള്ള
ഒരേ ഒരു ഉടമസ്ഥനായ അള്ളാഹുവിൽ അല്ലെങ്കിൽ സർവേശ്വരനിൽ വിശ്വസിച്ചാൽ ഉണ്ടാകാവുന്ന സുഖവും സൗകര്യവും അനുഗ്രഹങ്ങളും അതിൻ്റെ പ്രത്യേകതകളും അംബിയാ മുർസലുകൾ കാലാകാലങ്ങളിൽ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു പോന്നു. അതിനുവേണ്ടി അള്ളാഹു 2 വ്യവസ്ഥകൾ ചെയ്തു. അതിലൊന്ന്, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂലാ, ഒരു ജനതയും പരീക്ഷണ വിധേയമായി നശിപ്പിക്കപ്പെട്ടിട്ടില്ല ഒരു റസൂല് അവർക്ക് വന്നിട്ടല്ലാതെ. ഒരു റസൂൽ അവർക്ക് വരിക, അവരെ ഉത്ബോധിപ്പിക്കുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക, നേർവഴികളെ സംബന്ധിച്ച് അധ്യാപനം നടത്തുക, അതിൻ്റെ സുഖദുഃഖ സമ്മിശ്രങ്ങളെക്കുറിച്ച് വിവരണങ്ങൾ നൽകുക, പരലോക വിജയത്തെക്കുറിച്ച് ആത്യന്തികമായി ഉത്ബോധിപ്പിക്കുക. ഇതൊക്കെ ചെയ്തതിന് ശേഷവും ധിക്കാരം വർദ്ധിക്കുമ്പോഴാണ് അള്ളാഹു ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിരുന്നത് പൂർവകാലങ്ങളിൽ എന്ന് അള്ളാഹു വെളിപ്പെടുത്തുന്നു. വഇദാ അർദിന അൻ നുഹ്ലിക ഖറിയതൻ അമർനാ മുത്തറഫീഹാ, നാം ഒരു രാജ്യത്തെ, ഒരു പട്ടണത്തെ, ഒരു സംസ്കാരത്തെ, അങ്ങനെ ലോകത്ത് കഴിഞ്ഞ ഒരുപാട് നൂറ്റാണ്ടുകൾക്കിടയിൽ മനുഷ്യൻ കെട്ടിപ്പടുത്തു വന്ന എത്രയോ മാനവ സംസ്കൃതികൾ മണ്ണടിഞ്ഞു പോയി, പറഞ്ഞാൽ സ്മൃതിയിൽ നിന്ന് പോലും നഷ്ടപ്പെട്ടു പോയി. ഇപ്പം ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ 4 സംസ്കൃതിയെക്കുറിച്ച് മാത്രമേ അവർക്കറിയൂ. അതിനു മുൻപ് എത്രയോ സംസ്കാരങ്ങൾ ലോകത്ത് മനുഷ്യ സമൂഹം വളർത്തിക്കൊണ്ടുവന്നതാണ്. അപ്പം ഏതെങ്കിലും ഒരു സംസ്കൃതിയെ ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ചാൽ, ഒരു പട്ടണത്തെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, ഒരു രാജ്യത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാകുന്നത് തീരുമാനിച്ചാൽ അമർനാ മുത്തറഫീഹ, അതിൽ ഏറ്റവും ശക്തർ, അധികാരികൾ, സ്ഥാനമാനങ്ങളുള്ളവർ, നിയന്ത്രണാധികാരമുള്ളവർ, സമ്പന്നരായ ആളുകൾ, സുഖലോലുപരായ ആളുകൾ, തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ആളുകൾ, അവരോടാണ് ആദ്യം നിർദ്ദേശിക്കുക. നമ്മൾ അവരിൽ നിന്ന് തോന്യാസികളായ വൻകിട ആളുകളാണ്. അവരെ ആർക്കും ഉണർത്താൻ പറ്റില്ല. ചെറിയവൻ പറഞ്ഞാൽ ചെവിട്ടിൽ പോവുകയില്ല എന്നൊരാപ്തവാക്യമുണ്ട് കേരളത്തിൽ. എന്ന് പറഞ്ഞാൽ ചെറിയ ആളുകൾക്ക് വലിയവരെ ഉപദേശിക്കാൻ പറ്റില്ല. കാരണം അതിനുള്ള അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ഏത് ധിക്കാരവും ഏത് തരത്തിലുള്ള ധാർഷ്ട്യതയും സമൂഹം അംഗീകരിക്കണം. അതാണ് ആ കാലഘട്ടത്തിൻ്റെ രീതി. എക്കാലത്തും അങ്ങനെ തന്നെയാണ്. കീഴാളത്വം, അടിമത്തം, മാനസികാടിമത്തം, ജാതിപരമായ താഴ്ചകൾ, ജീവിത രീതിയിൽ അനുഭവപ്പെടേണ്ടി വരുന്ന അവകാശ നിഷേധങ്ങൾ, ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ്. അതിലിപ്പോൾ വ്യത്യാസമൊന്നുമില്ല. ആരാണോ അത് അനുഭവിക്കുന്നത്, ആ അനുഭവിക്കുന്ന ജനവിഭാഗം വളരെ കൈപ്പേറിയ അവസ്ഥയിലാണ് ജീവിക്കുക. കേരളത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ പൂർവകാല ചരിത്രം പരിശോധിച്ചാൽ ഇന്നും യശശരീരനായ ബഷീറിൻ്റെ ഏറ്റവും വലിയ ഒരു ശക്തമായ എഴുത്ത് അദ്ദേഹം നടത്തിയത് സുഗമ സഞ്ചാരത്തിൻ്റെ ഒരു കേന്ദ്രം റെയിൽവേയാണ്. അത് പല പ്ലാറ്റ്ഫോമിലും ദാഹജലം വച്ചിട്ടുണ്ട്. ആ ദാഹജലത്തിന് ബോർഡുണ്ട്, ഹിന്ദു പാനി, മുസ്ലിം പാനി. ഇത് സ്വതന്ത്ര ഇന്ത്യയിലുള്ള അഭംഗുരം നടന്നു വരുന്ന ഒരു വിവേചനത്തെ സൂചിപ്പിച്ചതാണ്. അത് ഇന്നും പല സ്ഥലത്തും കിണറുകളും പൊതു ടാപ്പുകളും ആ പ്രദേശവാസികൾക്ക് ജലമെടുത്ത് കുടിക്കാനുള്ളതാണ്. കിണർ കുഴിക്കാൻ അവകാശമില്ല, വെള്ളം കോരാൻ അവകാശമില്ല, ആ വെള്ളം എടുക്കാനും അവകാശമില്ല. ഒരുപാട് തരം വിശ്വാസ, ആചാര, അനുഷ്ഠാനങ്ങൾ വച്ചു പുലർത്തുന്ന മതവിഭാഗങ്ങൾക്ക് അതിൽ കൽപ്പനാധികാരമുള്ളത് ഈ മുത്തറഫീൻ എന്ന് പറഞ്ഞ വിഭാഗമാണ്.
വൈദാ അറദിനാ നുഹ്ലിക ഖറിയത്തൻ അമർനാ മുത്തറഫീഹാ ഫഫസഖൂ ഫീ അംരിഹാ ഫദമ്മർനാഹാ തദ്മീറാ. അതാണ് അള്ളാഹു അറിയിച്ച വാക്ക്. അപ്പോൾ ഇത്തരം എല്ലാ കാര്യത്തിലും പണിയെടുക്കുന്നത്, പണിയുടെ സ്വഭാവങ്ങൾ, ഇന്നവർ ഇന്ന ജോലി എടുക്കുക, ഇന്നവർ ഇന്ന തൊഴിലുകളും പണികളും ഒന്നും എടുക്കാൻ പാടില്ല. ഏറ്റവും അധികം വർഷിപ്പ് ആരാധനകളുണ്ട് ആരാധനാലയങ്ങളിൽ. അതിനെ നേതൃത്വം വഹിക്കുന്ന കാര്യത്തിൽ ഈ 21-ാം നൂറ്റാണ്ടിലും ഇപ്പോഴും ഭിന്നതയും അതിനെതിരിൽ വമ്പിച്ച പ്രചാരണവും നടക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്ക് പ്രസിദ്ധമായ റേഡിയോ തുറന്നാൽ കേൾക്കുന്ന ഒന്ന് കൂടൽമാണിക്യ ക്ഷേത്രമായിരുന്നു. അവിടെ ഒരു ഈഴവൻ തന്ത്രിയായി വന്നപ്പോൾ ഒരാൾ രാജിവെച്ചു, നിക്കക്കള്ളിയില്ലാതെ. രണ്ടാമതൊരാൾ വന്നു. ഞാൻ സൂചിപ്പിച്ചത് ഇമാമത്ത് അല്ലെങ്കിൽ നേതൃത്വം, ആരാധനകളുടെ നേതൃത്വം, പ്രാർത്ഥനകളുടെ നേതൃത്വത്തിന് വിശ്വാസ വൈജാത്യങ്ങളിൽ ചിലരെ അംഗീകരിക്കുക, മറ്റു ചിലരെ അംഗീകരിക്കാതിരിക്കുക, സ്ത്രീ പുരുഷ വ്യത്യാസത്തെ അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുക, ഇതൊക്കെ വലിയ ജീർണതയാണ് സമൂഹത്തിൻ്റെ. ഇപ്പോൾ ഇസ്ലാമിൽ ആ കാര്യം ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ അലൈഹിർ റഹ്മ ഒരു രാഷ്ട്രത്തിൻ്റെ അധിപ, ഒരു രാഷ്ട്ര നിയമനിർമ്മാണത്തിലെ ഏറ്റവും ചീഫ് ജസ്റ്റിസ് ഒരു വനിതയ്ക്ക്, ഒരു മുസ്ലിം വനിതയ്ക്കാകാമോ പാടില്ലയോ എന്നൊരു ചർച്ചയുണ്ട് ഫിഖ്ഹുൽ അക്ബറിൽ. അപ്പോൾ അദ്ദേഹം അതിന് യാതൊരുവിധ ഉപാധിയുമില്ലാതെയാണ് അനുവാദം നൽകിയത്. കാരണം അദ്ദേഹം അതിന് തെളിവുദ്ധരിച്ചത് ഫിഖ്ഹുൽ അക്ബറിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തലസ്ഥാന നഗരി വിട്ടിട്ട് മറ്റു തര സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ റുബ്ബമാ വല്ലാഹ ഉമറു, ഉമർ പലപ്പോഴും അധികാരം ഏൽപ്പിച്ചിരുന്നു നുസൈബ ബിൻത് കഅബിനെ, അഥവാ ഉമ്മു അമ്മാറയെ. അത് ഉഹദിൽ നബിയുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ട് നബിയുടെ ചുറ്റും അനുനിമിഷം പറന്ന് നടന്നിട്ടാണ് ശത്രുക്കളെ പ്രതിരോധിച്ചത്. അത്ര ധീരയായൊരു വനിതയായിരുന്നു അവൾ. മദീനയുടെ അങ്ങാടിയിൽ, തലസ്ഥാന നഗരിയിൽ ചാട്ടവാറ് കയ്യിൽ പിടിച്ചിട്ടാണ് നടന്നത്. അപ്പോഴൊക്കെ അഹിതമായത് എന്ത് കണ്ടാലും ജനമധ്യത്തിൽ വച്ച് ചാട്ടവാറ് കൊണ്ട് അടിച്ചിരുന്നു. ഭരണ ചുമതല അവർക്ക് കൈമാറി എന്നാണ്, തീരുമാനമെടുക്കാനുള്ള അവകാശം. അങ്ങനെ അങ്ങോട്ട് വരുന്നു. അതല്ല നമ്മുടെ വിഷയം. അപ്പോൾ ഇസ്ലാമിലും ഇത്തരം കാര്യങ്ങളുടെ ചർച്ചകൾ വന്നു പോയിട്ടുണ്ട്. വരാമോ പാടില്ലയോ, ജുമുഅ അവർക്ക് നടത്താവോ, മയ്യത്ത് ഇന്നും സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കരിക്കാമോ, അത് ഫർള് കിഫായാണ്, മുഴുവൻ മനുഷ്യരും അത് ചെയ്യണം, അതാണ് അവരുടെ ചുമതല, ആ നാട്ടിലുള്ളവരുടെ ചുമതല. അല്ലാണ്ട് ഇപ്പോൾ കേരളത്തിലുള്ള മുഴുവൻ പേരും ഇപ്പം തോട്ടുമുഖത്ത് ഒരാൾ മരിച്ചാൽ ഇവിടെ മയ്യത്ത് നമസ്കരിക്കാൻ വരാൻ കഴിയില്ലല്ലോ. ഈ പ്രദേശവാസികളിൽ സന്നിഹിതമാകാൻ കഴിയുന്ന ആബാലവൃദ്ധം ജനങ്ങളുടെ ഒന്നാമത്തെ ചുമതല ആ കുടുംബത്തെ സമാശ്വസിപ്പിക്കണം, അവരോടൊപ്പം നിൽക്കണം. 2, ആ മയ്യത്ത് പരിപാലനം ഏറ്റെടുക്കണം. 3, നമസ്കരിക്കണം. 4, ആ മയ്യത്ത് കൊണ്ടുപോകണം. 5, കബറടക്കണം. കബറടക്കി കഴിഞ്ഞാൽ ദീർഘസമയം അവിടെ നിന്ന് പ്രാർത്ഥിക്കണം. ഇതാണ് ഒരു മനുഷ്യൻ്റെ ചുമതല. അതിന് നിർണയിച്ച പ്രതിഫലം നമ്മുടെ ഈ നമസ്കാരത്തിന് നിർണയിച്ച കൂലിയൊന്നുമല്ല. വിവരിക്കാൻ കഴിയാത്തത്രയും വമ്പിച്ച പ്രതിഫലം അള്ളാഹുവിൻ്റെ റസൂൽ വാഗ്ദത്തം ചെയ്തു. 2 ഖീറാത്ത്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അതെന്താണ്? ഉഹദ് മലയുടെയും അപ്പുറമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് 27 ഇരട്ടിയുള്ളൂ ഈ നമസ്കാരത്തിന്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെല്ലാവർക്കും അനുവാദം നൽകി. ആയിഷ ബീവി അടക്കം, മൈമൂന അലൈഹിർ റഹ്മ അടക്കം ഉമ്മഹാത്തുൽ മുഅ്മിനാത്തുകൾ അവർ പറയുമായിരുന്നു, എപ്പോഴാണ് മയ്യത്തെടുക്കാറാവുക? ഞങ്ങൾക്ക് നമസ്കരിക്കാനാണ്. അല്ലെങ്കിൽ ആ മയ്യത്ത് മദീന പള്ളിയിൽ ഞങ്ങളുടെ വീടിൻ്റെ അരികിൽ കൊണ്ടുവരണം, അപ്പോൾ ഞങ്ങൾ നമസ്കരിക്കും. അത്തരം വളരെ കൃത്യമായ വ്യക്തത നിറഞ്ഞ ഒരു ഇസ്ലാമിക നിർദ്ദേശത്തിൻ്റെ പ്രാവർത്തികതയ്ക്ക് ഇന്നും പണ്ഡിത ലോകം എതിരാണ്. പെണ്ണുങ്ങൾ നമസ്കരിച്ചാൽ ഞങ്ങൾ പള്ളിയിൽ നിന്നുള്ളവർ നിസ്കരിക്കൂല. അതുകൊണ്ട് തന്നെ ഒരു 10-80 കൊല്ലം ഒരു വീട്ടിൽ
എല്ലാ കുടുംബാംഗങ്ങളുടെയും കൂടെ ജീവിച്ച ഒരു സ്ത്രീ മരിക്കുകയാണ്. വെറും കൈയോടെ അവരവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എന്നാലോചിച്ച് നോക്കിയേ, ഏറ്റവും അടുത്ത കുടുംബാദികളുണ്ട്, മക്കളുണ്ട്, മക്കളുടെ മക്കളുണ്ട്, ജ്യേഷ്ഠാനുജത്തിമാരുണ്ട്. അവർക്കൊന്നും അതിന് അവകാശമില്ല. ഒന്നും ഇസ്ലാമികമായി അവരാരും പഠിക്കാനും തയ്യാറല്ല. നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഒരു രാജ്യത്ത് ഒരു സംസ്കാരത്തെ അള്ളാഹു ഇല്ലാതാക്കുകയാണ്. അങ്ങനെ ഇല്ലാതാക്കുന്നത് പല ക്രമങ്ങളിലൂടെയാണ്. അതിനൊരുപാട് കാലഘട്ടത്തിലെ നവോത്ഥാന സംരംഭങ്ങൾ വേണ്ടിവരും. പൂർണ്ണ ഗർഭിണിയായൊരു സ്ത്രീ 2 സ്ത്രീകളെ പാടത്തിറക്കി നിർത്തുക, മുട്ടിന് വരെ അരയ്ക്ക് വരെയും താഴുന്ന പാടങ്ങളാണ് നമ്മുടെ ദക്ഷിണ കേരളത്തിൽ. വടക്കൊന്നുമല്ല ഈ പറയണത്. നുകം കഴുത്തിൽ വയ്ക്കുക, എന്നിട്ട് ഈ വണ്ടി അഥവാ മേഞ്ഞിലും നുകത്തിൻ്റെയും അത് ഈ ചെളിയിൽ താഴ്ത്തി ഇങ്ങനെ പിടിക്കും. ഇവർ നടക്കണം. പൂർണ്ണ ഗർഭിണികൾ നടന്നാൽ എന്തോരം നടക്കും? ചാട്ടവാറിനടിക്കും. അങ്ങനെ 1, 2, 3 പ്രാവശ്യം ഒരു കണ്ടം ഉഴുത് അടിച്ചു വരുമ്പോഴേക്കും ഇവർ ബോധം കെട്ട് വീഴും. അങ്ങനെ അവിടെ കിടന്ന് മരിക്കും. ആരും ചോദിക്കാനില്ല. കാരണം ഈ കീഴാള വിഭാഗമാണവർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കൺമുൻപിൽ നമ്മുടെയൊക്കെ ഒന്നാമത്തെ തലമുറ, ഇതിനു മുൻപ് കഴിഞ്ഞു പോയൊരു തലമുറ ജീവിച്ചിരുന്നപ്പോൾ അവർ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. ഫത്ഹുൽ മുഈൻ എഴുതിയ ഏറ്റവും പ്രസിദ്ധനായ ഇമാം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ്. അദ്ദേഹം കേരളത്തിൻ്റെ നാഗരിക ചരിത്രം, നടന്നു വന്ന താഴ്ന്ന പ്രവർത്തികൾ ചെയ്യുന്ന, ജോലികൾ ചെയ്യുന്ന, വിശ്വാസത്തിൻ്റെ വൈവിധ്യമുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട എല്ലാ ആളുകളും അനുഭവിച്ചിരുന്ന തിക്തമായ അനുഭവങ്ങൾ വിവരിച്ചിരുന്നു. കേരളം 15ഉം 16ഉം നൂറ്റാണ്ടുകൾ. തുഹ്ഫത്തുൽ മുജാഹിദീൻ അറബി ഗ്രന്ഥം അതാണ്. അത് മലയാളത്തിൽ വിവർത്തനം ചെയ്തതാണ് വേലായുധൻ പടിക്കശ്ശേരി. കേരളം 15ഉം 16ഉം നൂറ്റാണ്ട്. നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കുക. അത് അത്രയധികം വിഷമം അനുഭവിച്ചിരുന്നു. അതിൽ നിന്നാണ് മോചനം ഉണ്ടായത്. അല്ലാഹുവേ എന്ന് ഒരു ദാസന് വിളിക്കാമോ പാടില്ലയോ? അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു അത് പറ്റൂല. കൊടിയ മർദ്ദനം. നിങ്ങളത് ആലോചിച്ച് നോക്കുക, ഓരോന്നൊന്ന് ബന്ധിപ്പിച്ച് നോക്കുക. അങ്ങനെ അദ്ദേഹത്തെ മർദ്ദിച്ച് വിവസ്ത്രനാക്കി മണലാരുണ്ഡത്തിലിട്ട് വലിയ ഭാരമേറിയ പാറക്കല്ലുകൾ മുകളിൽ കയറ്റി വച്ച് അങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തി. ഇവിടെ അങ്ങനെ വിളിക്കാമോ? പാടില്ല. അപ്പോൾ അതിന് അദ്ദേഹം ഒരു നവോത്ഥാന നായകൻ കേരളത്തിൽ പറഞ്ഞ മറുപടി, ഇത് ഞങ്ങളുടെ ദൈവത്തെയാണ് വിളിക്കുന്നത്, നിങ്ങളുടെ അല്ല. അതിലപ്പുറം എന്ത് മറുപടിയാണ് പറയാനുള്ളത്? ഞങ്ങളുടെ ദൈവത്തെയാണ് ഞങ്ങളിവിടെ സ്ഥാപിക്കുന്നതും ഞങ്ങൾ വിളിക്കുന്നതും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും. അതിനുള്ള അവകാശം ഉണ്ടാകണമല്ലോ. ആ അവകാശം ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഈ എല്ലാ ജാതി മതസ്ഥരുടെയും ആദ്യകാല ജീവിത രീതിയെ വെറുതെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി നോക്കാനാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയണത്. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. എല്ലാ മുസ്ലിം സ്ത്രീയും പുരുഷനും വിദ്യ അഭ്യസിക്കണം. സ്കൂളിൽ പോകണം, മദ്രസയിൽ പോകണം. സ്കൂൾ എന്നത് ഇംഗ്ലീഷ് വാക്കാണ്, മദ്രസ എന്നത് അറബി വാക്കാണ്. രണ്ടിൻ്റെയും അർത്ഥം പള്ളിക്കൂടം എന്നാണ്. നിങ്ങൾ പോയി പഠിക്കണം. ഈ അടുത്തയിടെ വരെയും 900-ന് ശേഷം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും ഒരു പെൺകുട്ടി എഴുത്ത് പഠിച്ചുകൂടാ എന്ന് ശഠിക്കുക മാത്രമല്ല, ഫത്വയുണ്ടായി. ആ ഫത്വ ഇന്നേവരെയും മുസ്ലിം ലോകത്തെ പണ്ഡിതർ തിരുത്തിയിട്ടില്ല. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. അതവിടെ നിന്ന് വിട്ടിങ്ങോട്ട് പോന്നു. അതൊക്കെ ലംഘിച്ച് അതിനെയൊക്കെ ചോദ്യം ചെയ്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ത്രീകൾക്ക് മാത്രമുള്ളതാക്കി മിശ്രിതമായ സ്ഥാപനങ്ങളുണ്ടായി. അവിടെയൊക്കെ പഠിച്ചു, പാസ്സായി. അപ്പോൾ ചില വിഭാഗം ആളുകൾ വിജയിച്ചപ്പോൾ ചിലർ പറഞ്ഞു അത് കോപ്പി അടിച്ചതാന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ കേട്ട് പഠിക്കേണ്ടതാണ്. ഒരാളല്ല, ആയിരങ്ങൾ, 100 കണക്കിന് പെൺകുട്ടികളാണ് പഠിച്ചത്. അങ്ങനെ 100 കണക്കിന് കുട്ടികൾ പഠിച്ചു. ഏറ്റവും അവസാനം നമ്മൾ എത്തപ്പെടുന്നത്
ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ഫ്ലൈറ്റ് പറപ്പിക്കാൻ പഠിച്ചു. ഒരാളല്ല, ഒരുപാട് പെൺകുട്ടികൾ. അതൊരു ഉസ്താദിൻ്റെ മോളോടെ ആയപ്പോഴെങ്ങനെ ഉണ്ടാവും? ഒരുപാട് പെൺകുട്ടികൾ വിദ്യാഭ്യാസപരമായി, സാങ്കേതിക മേഖലകളിൽ, തൊഴിൽ മേഖലകളിൽ നിശ്ചയദാർഢ്യത്തോടെ, അഭിമാനത്തോടെ നിൽക്കാൻ, ഒരു സമൂഹത്തെ നേരിടാൻ തക്കതായ പ്രാപ്തിയുള്ളവരായി. ജനങ്ങളുടെ അധികാരം ബഹുജനങ്ങളിലേക്ക് വീതിച്ചു. അതാണ് നമ്മുടെ പഞ്ചായത്ത്. പഞ്ചായത്തിന് അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, ഞാനതിവിടെ വിവരിക്കുകയല്ല. അങ്ങനെയാണുള്ളത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വാർഡുകളിൽ പെൺകുട്ടികൾ വേണം, ആൺകുട്ടികൾ വേണം, ഇവർക്കൊക്കെ വിവരം വേണം. അപ്പോൾ വിദ്യാസമ്പന്നർ രംഗത്ത് വന്നു. വാർഡിലും ബ്ലോക്കിലും ജില്ലയിലും നിയമ നിർമ്മാണം നടക്കുന്ന നിയമസഭയിലേക്കും സ്ത്രീകൾ വരണം. അപ്പോൾ വിധിയുടെ ജഡ്ജ്മെൻറ്റിൻ്റെ മേഖലയിൽ ഫാത്തിമ ബീവി വന്നപ്പോൾ ഏറ്റവും വലിയൊരു ഫീച്ചറായിരുന്നു. കാരണം ആകെ ഒരു മുസ്ലിം സമൂഹത്തിൽ നിന്നൊരു സ്ത്രീ വന്നു. വർഷങ്ങൾക്ക് മുൻപാണ് കേട്ടോ. അതൊരു അത്ഭുതത്തോടെയാണ് കണ്ടത്. ഇന്ന് അത്ര അത്ഭുതമല്ല, കാരണം ഒരുപാട് സ്ത്രീകൾ ആ മേഖലയിലേക്ക് വന്നു. ഇവിടെയെല്ലാം നിൽക്കാനും സമൂഹത്തെ നേരിടാനും കഴിയുന്നവരായി. അപ്പോൾ ഫതഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അലൈഹി റഹ്മ പറഞ്ഞു, സ്ത്രീ മറയുകയല്ല, സ്ത്രീ മറയുകയല്ല ആളുകളിൽ നിന്ന്, പുരുഷന്മാരുടെ ലോകത്ത് നിന്ന് മറഞ്ഞു നിൽക്കുകയല്ല സ്ത്രീ ചെയ്യേണ്ടത്. വലാകിന സിത്റു അഷ്ഖാസിഹിന്ന, ഒരിക്കലും അവർ അവരുടെ വ്യക്തിത്വത്തെ മറയ്ക്കണ്ട. അസിത്റു അബുദാനിഹിന്ന, ശരീരം മറച്ചാൽ മതി, വസ്ത്രം ധരിച്ചാൽ മതി. വസ്ത്രം ധരിക്കാൻ ഇവിടെ അവകാശം ഉണ്ടായോ? അതോടെ പുറകോട്ട് ചിന്തിക്കണം. ഓരോ മതവിഭാഗവും അങ്ങനെ നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോഴാണ് സ്ത്രീക്ക് വസ്ത്രം ധരിക്കാം, വസ്ത്രം ധരിച്ചിട്ട് മാന്യമായി സമൂഹത്തിൻ്റെ മുൻപിൽ ശാസനകൾ നൽകാം, നവോത്ഥാന സംരംഭങ്ങളിൽ ഏർപ്പെടാം, സാമൂഹ്യ സേവന രംഗത്ത് വരാം. ഇതെല്ലാം നമ്മൾ പഠിച്ചെടുക്കുകയാണ്. ഇത്രയും ഞാനൊരു ആമുഖമായി ഇവിടെ പറയാൻ കാരണം, ഇതൊക്കെ ഇസ്ലാമിൻ്റെ വളർച്ചയുടെ ആദ്യകാലമാണ്. ഏതൊരു ജനതയും അവരുടെ സംസ്കൃതി നശിപ്പിക്കപ്പെടുന്നത് ധാർഷ്ട്യരായ ആളുകളുടെ തോന്നിയാസം കൊണ്ടാണ്. ഒന്നുകൂടി പറഞ്ഞാൽ നേതാക്കളുടെ വിവരക്കേടാണ്, ഭരണകർത്താക്കളുടെ വിവരമില്ലായ്മയാണ്. നേതൃസ്ഥാനങ്ങളിൽ വരുന്നവരുടെ വിവേചനം പക്ഷപാതിത്വപരമാകുമ്പോഴാണ്, സങ്കുചിതമായി തീരുമ്പോഴാണ്, ഒന്നുകൂടി പറഞ്ഞാൽ വർഗീയമായി ചിന്തിക്കുമ്പോഴാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരമൊരു ചർച്ചയുടെ കാലഘട്ടമാണിത്. വർഗീയമായി അത് ഓരോ സംസ്ഥാനവും, ഓരോ നാടും, ഓരോ രാജ്യങ്ങളും അവിടുത്തെ ജനങ്ങളുടെ ശതമാനക്കണക്കൊന്നും ഞാനിവിടെ പറയുകയല്ല. മറിച്ച് ഒരു ജനതയെ ഒന്നടങ്കം ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ വർഗീയമായി ചിന്തിക്കുക. അവർ ഈ നാടിന് സ്വാസ്ഥ്യത നഷ്ടപ്പെടുത്തുന്നു ആ ജനവിഭാഗം. അതുകൊണ്ട് അവരെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല. എന്നെ നിങ്ങൾ തൂക്കിക്കൊന്നാലും വേണ്ടില്ല, എന്നെ ഒന്ന് തുറന്നു വിടുകയാണെങ്കിൽ ചുരുങ്ങിയത് 25,000 മുസ്ലിമീങ്ങളെ ഞാൻ കൊന്നുകളയും എന്നൊക്കെ പറയണമെങ്കിലുള്ള ധാർഷ്ട്യത എത്ര വലുതാ! അഹങ്കാരമൊന്നല്ല, ധിക്കാരമൊന്നല്ല, വർഗീയതയുടെ കൊടുമുടിയിലാണ്. അങ്ങനെ പറഞ്ഞൊരാൾ ഫറോവ മാത്രമേ ഉള്ളൂ. ഫിർഔൻ മാത്രം, ഹാമാനോടാണ് പറഞ്ഞത്. അതിനൊക്കെ സമാനമായ പേര് നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട്, ഞാനത് പറയുന്നില്ല എന്നേ ഉള്ളൂ. യാ ഹാമാനു ഇബില്ലി സർഹൻ ലഅല്ലി അത്തലിയു ഇലാ ഇലാഹി മൂസ, എനിക്കൊരു വലിയ ഉയർന്നു നിൽക്കുന്ന ഒരു ടവർ ഉണ്ടാക്കി തരിക, ഞാനതിൻ്റെ ഏറ്റവും മുകളിൽ കയറി എന്നിട്ട് ലോകത്തെ ഏറ്റവും വലിയ ടവർ ഏതാണോ ആ ടവർ എനിക്കുണ്ടാക്കണം, എൻ്റെ ഈ സമ്പത്ത് മുഴുവൻ ഉപയോഗിക്കുക, ഒരു രാജ്യം മുഴുവനും ഉപയോഗപ്പെടുത്തുക, പിരമിഡ് ഉണ്ടാക്കിയതുപോലെ. മൂസ പറയുന്ന ഈ വിശ്വാസത്തിൻ്റെ ഏകത്വം, ഇലാഹിനെ ഞാനൊന്ന് നോക്കിക്കാണട്ടെ, ഇന്നും കാണുന്നില്ല. എൻ്റെ കീഴിലുള്ള ഈ രാജ്യം മുഴുവൻ എൻ്റെയാണ്, നദികളെല്ലാം എൻ്റെയാണ്, 144 നദിയും എൻ്റെയാണ്.
ഞാൻ ഉദാഹരണമായിട്ട് പറയണം കേട്ടോ. ഇവിടെ വളർന്നു വരുന്ന എല്ലാ സസ്യങ്ങളും എൻ്റെ നിയന്ത്രണത്തിലാണ്. എല്ലാ മനുഷ്യരും എൻ്റെയാണ്. എനിക്ക് വിധേയപ്പെട്ടിരിക്കണം. അല്ലാത്ത എല്ലാത്തിനെയും തുറങ്കലിലടയ്ക്കും, എല്ലാത്തിനെയും കൊന്നുകളയും എന്ന് പറഞ്ഞത് ചരിത്രത്തിൽ ഫിർഔൻ മാത്രമേ ഉള്ളൂ. ഫിർഔൻ ഒരു വലിയ സംസ്കാരത്തെ ഉയർത്തിക്കൊണ്ടുവന്നയാളാണ്. അത് നാമാവശേഷമായിപ്പോയി. ബാക്കി ലോകത്തൊന്നുമില്ല. ഫിർഔനിൻ്റെ പ്രഭൃതികളുടെ അനന്തരാവകാശികൾ ലോകത്തില്ല. ഇന്ന് ആ രൂപത്തിലാണ്. ഖുർആൻ ഇവിടെ 2 ദർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അതിലൊന്ന്, നിങ്ങൾ ഒരു വിശ്വാസത്തിൽ വന്നിട്ടല്ല ഒരുമിച്ച് ജീവിക്കുക. വൈവിധ്യം നിറഞ്ഞ വിശ്വാസങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. അങ്ങനെ ജീവിക്കാൻ എന്താ വേണ്ടേ? ബഹുമാനം ഉണ്ടായാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അംഗീകരിക്കാനുള്ള കഴിവുണ്ടായാൽ മതി. ഒരു ഹരിദാസി അടുത്തിടെ പറഞ്ഞു, കേരളത്തിലെ മക്ക പൊന്നാനിയാണ്. അവിടെ 4 പള്ളികൾ ഉണ്ടാക്കിയ ഒരമ്മ, ഈ ഹരിദാസിൻ്റെ അമ്മയാണ് കേട്ടോ. 40 കുടുംബങ്ങളെ ഉണ്ടാക്കി. എന്നിട്ട് അവർക്കൊരു ജുമുഅത്ത് പള്ളി ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് പൊന്നാനിയിൽ 13ാമത്തെ വാർഡിൽ വേറൊരു പള്ളി ഉണ്ടാക്കി കൊടുത്തു. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അവർ നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, മുസ്ലിമുകൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തതാണ്. അങ്ങനെ 6-7 ഉണ്ട്. അവരുടെ ജീവിതത്തിൽ 100 കണക്കിന് ഏക്കർ സ്ഥലങ്ങളുണ്ടായി, സമ്പത്തുണ്ടായി. ആ സമ്പത്ത് മുഴുവനും മനുഷ്യർക്ക്, മുസ്ലിമുകൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ, അനുഭവിക്കാൻ, ആരാധനകൾ നടത്താൻ ക്ഷേത്രങ്ങളുണ്ടാക്കി. ഇപ്പോഴും ചുങ്കത്തറ പള്ളിയുടെ ഖജാൻജി മുസ്ലിം ആയിരുന്നില്ല. നൂറ്റാണ്ടുകൾ, എത്രയോ കാലങ്ങൾ. എന്താ ഇവിടെ ഖജാൻജി ഇല്ല? ആർക്കും വിശ്വാസമില്ല. മുസ്ലിമീങ്ങളിൽ ആരെയും കൈകാര്യം ചെയ്യുന്നത് പണമാണല്ലോ. ആകെ വിശ്വാസമുള്ളൊരു ഹിന്ദുവിനെയാണ്. അപ്പോൾ അദ്ദേഹം പള്ളിയുടെ പൂമുഖത്ത് വന്നിരിക്കും. ആ വെള്ളിയാഴ്ചത്തെ എല്ലാ കണക്കും കാര്യങ്ങളും നോക്കും, പണവും കൊണ്ടുപോകും, അവിടുത്തെ ആവശ്യത്തിനൊക്കെ കാശ് ചിലവാക്കും. അദ്ദേഹത്തിൻ്റെ തലമുറയും വന്നു. ഞാനിത് ഉദാഹരണമായിട്ട് പറഞ്ഞത്, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങളുടെ ആരാധനകളൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങൾ ചെയ്യുന്ന ഈ ഇബാദത്തുകൾ നിങ്ങളും ചെയ്യുന്നില്ല. പക്ഷേ നമുക്കിടയിൽ ഒരു യോജിപ്പുണ്ട്. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങളുടെ മതം നിങ്ങൾ അനുഷ്ഠിച്ചിരിക്കണം. നിങ്ങളുടെ മതം വിട്ട് ഇങ്ങോട്ട് വരണമെന്നല്ല പറഞ്ഞേ. ഞങ്ങളിപ്പോൾ റൊട്ടിയും ബിസ്ക്കറ്റും തരാം, തുണികൾ തരാം, ആശുപത്രി തരാം, വിദ്യാഭ്യാസം ഫ്രീ ആയിട്ട് അഡ്മിഷൻ തരാമെന്നല്ല. നിങ്ങൾ ദീനിന് ഇങ്ങോട്ട് വരണമെന്നല്ല ഇപ്പം ഈ പറയണത്. നിങ്ങളുടെ ദീൻ നിങ്ങളനുസരിച്ച് ജീവിക്കണം. ഞങ്ങളുടെ ദീനനുസരിച്ച് ജീവിക്കും. ഈ 2 ദീനും ക്രാഷല്ല, ഈ 2 ദീനും ഏറ്റുമുട്ടുന്നതല്ല. ഈ 2 ദീനും സഹകരണത്തിൻ്റെയാണ്. അതിനെന്താ ചെയ്യേണ്ടത്? തആവനു അലൽ ബിർരി വത്തഖ്വ. ഈ ആയത്ത് എവിടെയാണ് പറഞ്ഞതെന്നറിയാവോ? ഒരു ബലിമൃഗം, ഒരു മുസ്ലിമായ ഒരാൾ ബലി നടത്തണം. അപ്പോൾ അതിനയാളൊരു മാസം തിരഞ്ഞെടുത്തു. ആ മാസം അയാൾ ബഹുമാനിക്കണം, മറ്റുള്ളവരും ബഹുമാനിക്കണം. സൂറത്തുൽ മാഇദയുടെ തുടക്കം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലൂ ശആയിറല്ലാഹ്. മതത്തിൻ്റെ ഒരു ചിഹ്നവും അനാദരിക്കപ്പെടാൻ പാടില്ല. ചിലപ്പോൾ എഴുന്നള്ളിപ്പായിരിക്കും, ആന എഴുന്നള്ളിപ്പായിരിക്കും, അല്ലെങ്കിൽ കുതിരപ്പുറത്തായിരിക്കും, അല്ലെങ്കിൽ രൂപം എഴുന്നള്ളിപ്പായിരിക്കും, അല്ലെങ്കിൽ കുരിശായിരിക്കും. എന്തു ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ദൈവ ചിഹ്നമാണിതെല്ലാം. ഓരോ മതവും അങ്ങനെയാണ്. ഓരോ മതത്തിനും ഹജ്ജ് കർമ്മമുണ്ട്, തീർത്ഥാടന കേന്ദ്രമുണ്ട്, തീർത്ഥാടന രീതികളുണ്ട്. ഇസ്ലാമിന് ഹജ്ജാണുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യും? ബലിമൃഗം വേണം. ആ ബലിമൃഗത്തെ ഏതെങ്കിലും നാളിൽ എവിടെയെങ്കിലും വെച്ചർത്താൽ പോരാ. പിന്നെ എന്ത് ചെയ്യണം? അതിലൊരു മാസമുണ്ട്. ഈ ചിഹ്നം മാത്രമല്ല, വല ഷഹ്റൽ ഹറാം വലൽ ഹദിയ വലൽ കലായിദ വല ആമീനൽ ബൈത്തുൽ ഹറാം. അപ്പോൾ അവർ ലക്ഷ്യം വെച്ചത് കഅബയാണ്. അവരുടെ വേഷം ഒന്നാണ്, ഒറ്റമുണ്ടും മേൽമുണ്ടുമാണ്. അവരെ അനാദരിക്കരുത്. നമ്മൾ കറുത്ത വസ്ത്രം ധരിച്ച് മേൽമുണ്ടും ധരിച്ച്, അല്ലെങ്കിൽ കറുത്ത ഷർട്ടും ഇട്ട് തിരുമുടിക്കെട്ട് കയ്യിൽ വച്ച്, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒന്ന് ഭാണ്ഡം കയ്യിൽ പേന്തി വടക്കേ അറ്റത്ത് നിന്ന് തെക്കോട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ ബഹുമാനിക്കണം എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താ അങ്ങനെ പറയാൻ കാരണം? ലൗലാ ദഫഉല്ലാഹിന്നാസ ബഅ്ളഹും അലാ ബഅ്ള്. വംശത്തെ, ഈ വിശ്വാസ വൈവിധ്യമുള്ള മനുഷ്യരാശിയെ പരസ്പരം കോർത്തിണക്കുകയും സഹകരിപ്പിക്കുകയും
അവരന്യോന്യം പ്രതിരോധം തീർക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ, അവരന്യോന്യമാണ്. ഗുരുവായൂർ അതിൻ്റെ ചരിത്രം നിങ്ങളൊന്ന് പഠിച്ചു നോക്കിക്കേ. ഒരു മുസ്ലിം അവിടുത്തെ ഏറ്റവും വലിയ കുടുംബമാണെന്ന് ഓർക്കണം. ഇന്നും അതിൻ്റെ സംരക്ഷകരിൽ ഒരാളാണ്. ഒരുപാട് പറയാനുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു മതചിന്തയുടെ നേതാവിൻ്റെ വിവരക്കേടെന്നല്ല, ബുദ്ധിപരമായ പാപ്പരത്വം അത് അവജ്ഞയോടെ തള്ളേണ്ട കേരളത്തിൽ അത് വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ നിമിഷം അത് ഇല്ലാതാക്കി കളയുകയാണ്. അത് പിന്നെ പറയേണ്ട കാര്യമില്ല, കാരണം അത്രയും വലിയ വിവരക്കേടാണത്. ആ വിവരക്കേട് പിന്നെ നമ്മൾ പറഞ്ഞ് അത് പിന്നെ കൂട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ വളരെ ലളിതമായി പറഞ്ഞതാണ്. അതും ഒരാദർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇസ്ലാമിൻ്റെ ആദർശം അതാണ്. അതിനെതിരിൽ ഒരാൾ വന്നെന്ന് സങ്കല്പിച്ച ഒരു ഭരണ നേതാവ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് പിന്നീട് ചർച്ചയ്ക്ക് വിധേയമാകുന്നതെങ്കിൽ ഈ അടിസ്ഥാന തത്വം നഷ്ടപ്പെട്ടു പോകും. ഇത് ഒരു അടിസ്ഥാന തത്വമുണ്ട്. ജാതി ചോദിക്കരുത്, ജാതി പറയരുത്, ജാതി ചിന്തിക്കുകയും ചെയ്യരുത്. വളരെ വലിയൊരു തത്വമാണ്. കള്ള് ചെത്തരുത്, അത് കൊടുക്കുകയും ചെയ്യരുത്, കുടിക്കുകയും ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ഈ തത്വം പറയുന്നത്. ഫത്ഹുൽ മുഈനിൻ്റെ ഒരു ഫത്വയാണത്. ഷെയ്ഖ് മഖ്ദൂം തങ്ങളാണ് അത് എഴുതിയത്. കള്ള് എത്താൻ കൊടുക്കാവോ? കൊടുത്താൽ ഒരുപാട് തെങ്ങിൻ കൊലകൾ ഉണ്ടാവും, കായ് ബലം ഉണ്ടാവും. ഈ വിഷയം കേരളത്തിൽ ആദ്യം ചർച്ച ചെയ്യുന്നത് ഷാഫി ഫിഖയിൽ മഹാനായ ഇമാം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ്. ഇത് തന്നെയല്ലേ നാരായണ ഗുരു പറഞ്ഞത്? ചത്താ കൊടുക്കാൻ പാടില്ല, അത് കുടിക്കാനും പാടില്ല. ഒരു ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് വരുന്ന ദൂരം നിങ്ങളൊന്ന് അളന്നു നോക്കിക്കേ. നബിയിൽ നിന്ന് നമ്മളിലേക്കുള്ള ദൂരം പോലെയായി. നബി എവിടെ നിൽക്കുന്നു, നമ്മളെവിടെ നിൽക്കുന്നു? ഈ ഒരവസ്ഥയിലാണ് സാമൂഹിക ജീവിതം. അത് പുരോഗതിയിലേക്ക് പോകണമെങ്കിൽ വമ്പിച്ച സഹകരണം വേണം, വലിയ അംഗീകാരം വേണം, വലിയ ബഹുമാനം വേണം. അതാണ് ഖുർആൻ ആവശ്യപ്പെട്ടത്. തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് പറഞ്ഞത്. നിങ്ങൾ പരസ്പരം മതത്തെ സംരക്ഷിക്കണം, മതചിഹ്നങ്ങൾ സംരക്ഷിക്കണം, മത ദേവാലയങ്ങൾ നിങ്ങൾ പരസ്പരം സംരക്ഷിക്കണം. മുസ്ലിം ഹിന്ദുവിനെയും ഹിന്ദു മുസ്ലിമിനെയും സംരക്ഷിക്കണമെന്ന്. ഇതിനൊക്കെ മോശമായ ധാരണ എപ്പോഴാണ് വരുന്നത്? വർഗീയമായ അതിതീവ്ര ചിന്ത വരുമ്പോൾ അവൻ അന്യനാണ്. അതിനും അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, അപരവൽക്കരണം പാടില്ല, അന്യചിന്ത വരാൻ പാടില്ല, അന്യനാണെന്ന് ചിന്തിക്കാൻ പാടില്ല. ഇതൊക്കെ കേരളത്തിൽ പഠിക്കേണ്ടതാണ്. രാഷ്ട്രീയ നേതൃത്വത്തെ പഠിപ്പിക്കേണ്ടതാണ്, മതനേതൃത്വങ്ങളെ പഠിപ്പിക്കേണ്ടതാണ്. ഖുർആൻ ഏറ്റവും ചുരുങ്ങിയത് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നൊരു ആശയം മാനവ കുലത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നൊരു ആദർശവും ആശയവുമാണ്. അതിന് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം മുതൽ നാളിതുവരെയുമുള്ള മഹത്വക്കളൊക്കെ മാതൃക കാണിച്ചതാണ് എന്നുകൂടി നാം പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട കാലമാകുന്നു. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.